ഓക്കെ. അപ്പോൾ നമ്മളെ ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടറിന്റെ സ്കെയിൽ തന്നെ സാലറി സ്കെയിൽ തന്നെ വളരെ ഹൈ ആണ് അല്ലെ. 43,000 to 43,400 to 91,200 വരെ ഉണ്ട് അല്ലെ. അതുപോലെ നമ്മള് 2022 മുന്നേ ഇതിന്റെ നോട്ടിഫിക്കേഷൻ വന്നത്. 2023 തന്നെ എക്സാം നടന്നു. 2024 നമുക്ക് അതിന്റെ റാങ്ക് ലിസ്റ്റ് വന്നു. അപ്പൊ റാങ്ക് ലിസ്റ്റ് ശ്രദ്ധിച്ചപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. കാരണം അതിന്റെ കട്ട് ഓഫ് വരുന്നത് 43.33 ആണ് അല്ലെ. ഇതുവരെ അതായത് അഡ്വൈസ് പോയിട്ടുള്ളത് 16 പേർക്കാണ്. 90 പേരുടെ മെയിൻ ലിസ്റ്റ് ആണ് അവർ പബ്ലിഷ് ചെയ്തത്. അതില് 16 പേർക്കാണ് ഇതുവരെ എന്ത് പോയിട്ടുള്ളത്, അഡ്വൈസ് പോയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ മാക്സിമം പഠിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു ഫസ്റ്റ് 5-ൽ എത്തണം എന്നുള്ള അതേ ഒരു ഉദ്ദേശത്തോടു കൂടി നിങ്ങൾ ഇതിനെ കാണാം അല്ലെ. അപ്പൊ അത്രയും നമ്മൾ എഫേർട്ട് എടുത്ത് പഠിച്ചാൽ മാത്രമേ നമുക്ക് ഈ ഒരു പോസ്റ്റ് നമ്മളെ കയ്യിൽ കിട്ടുള്ളൂ എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ റാങ്ക് ലിസ്റ്റ് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. നമ്മൾ റിട്ടേൺ ടെസ്റ്റിന് മാർക്ക് ഉണ്ട്, അതുപോലെ തന്നെ ഇന്റർവ്യൂ ഉണ്ട്. ഇന്റർവ്യൂവിന് ഞാൻ ശ്രദ്ധിച്ചപ്പോൾ കണ്ടത് എന്താ വെച്ചാൽ ഓൾമോസ്റ്റ് കുറെ പേർക്ക് 13, 12, 11 ആ റേഞ്ചിലൊക്കെ നിങ്ങൾക്ക് മാർക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമ്മൾക്ക് മാക്സിമം സ്കോർ ചെയ്യാൻ പറ്റുന്നത് എവിടെയാണ്? റിട്ടേൺ ടെസ്റ്റിലാണ്. അപ്പോ അതിനു വേണ്ടി മാക്സിമം പ്രയത്നിക്കുക. അതാണ് ഇതിനു വേണ്ടി നമ്മൾ മെയിൻ ആയിട്ട് ചെയ്യേണ്ടത്. ഓക്കെ. സിലബസ് നിങ്ങൾ നോക്കിയിട്ടുണ്ടാവും, സിലബസ് കാര്യമായിട്ട് നോക്കിയിട്ടുണ്ടാവും. അതിൽ ഇലക്ട്രോണിക് മെഷർമെന്റ് സിസ്റ്റം 10 മാർക്കിന് വരുന്നുണ്ട്, കമ്പ്യൂട്ടറിന്റെ 10 മാർക്കിന് വരുന്നുണ്ട്. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന കെമിസ്ട്രി നമുക്ക് എത്ര മാർക്കിന് മക്കളെ? 30 മാർക്കിനാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ. 30 മാർക്കിന് കെമിസ്ട്രി, 30 മാർക്കിന് ഫിസിക്സും, മാത്സ് 20 മാർക്കിനുമാണ്. ഓക്കെ. നിങ്ങൾ കെമിസ്ട്രിയുടെ സിലബസ് ആലോചിച്ച് നിങ്ങൾക്ക് യാതൊരു കൺഫ്യൂഷനും അല്ലെങ്കിൽ ഡൗട്ടും വേണ്ട. കാരണം ക്ലിയർ കട്ട് ആയിട്ട് അവർ ആ സിലബസ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഒരുപാട് പരന്ന് കിടക്കുന്ന ടൈപ്പ് സിലബസ് അല്ല കെമിസ്ട്രിയിലുള്ളത്. അതായത് സ്പെസിഫിക് ആയിട്ട് അവർ കൊടുത്തിട്ടുണ്ട്. ആ ഒരു ടോപ്പിക്സ് കവർ ചെയ്താൽ തന്നെ നമുക്ക് മാക്സിമം സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. എനിക്ക് ഇതിന്റെ സിലബസ് കണ്ടപ്പോൾ വളരെ സന്തോഷം തോന്നി. കാരണം നന്നായിട്ട് ഒരു നല്ലൊരു സിലബസ് ആണ്. എനിക്ക് അത്ര നമ്മള് പഠിച്ചാല് നമ്മൾ ആ ഒരു എഫേർട്ട് എടുത്ത് തുടക്കം മുതലേ പക്കയായിട്ട് ക്ലാസ് ഒക്കെ കണ്ടു തുടങ്ങിയാൽ മക്കളെ നിങ്ങൾക്ക് കെമിസ്ട്രിയിൽ 30 മാർക്ക് സ്കോർ ചെയ്തെടുക്കാൻ പറ്റാവുന്നതേ ഉള്ളൂ. അപ്പൊ അതിന്റെ കാര്യം ആലോചിച്ച് നിങ്ങൾ ആരും എന്താ പറയാ ബേജാറാവണ്ട. ഞാൻ മലപ്പുറംകാരിയാണ് കേട്ടോ, അതുകൊണ്ട് ഞാൻ ബേജാറാവണ്ട എന്നൊക്കെ പറയുന്നത്. അപ്പൊ ഓക്കെ, നെക്സ്റ്റ് നോക്കാം നമുക്ക്. ഇതിന്റെ സിലബസ് ഫസ്റ്റ് സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ, അതാണ് നമ്മൾ ഇന്ന് തുടങ്ങാൻ പോകുന്ന പോർഷൻ എന്ന് പറയുന്നത്. ആ സ്റ്റേറ്റ്സ് ഓഫ് മാറ്ററിൽ 3 മാർക്കിനാണ് ചോദിച്ചിരിക്കുന്നത്. സോളിഡ് സ്റ്റേറ്റ് ഉണ്ട്, ലിക്വിഡ് സ്റ്റേറ്റ് ഉണ്ട്, ഗേഷ്യസ് സ്റ്റേറ്റ് ഉണ്ട്. അതിൽ കുറച്ച് ടോപ്പിക്സ് ക്രിസ്റ്റലൈൻ ആൻഡ് അമോർഫസ് സോളിഡ്സ്, അതുപോലെ കുറച്ച് ടോപ്പിക് ലിക്വിഡ് സ്റ്റേറ്റില് ലിക്വിഡിന്റെ കുറച്ച് സ്പെസിഫിക് ക്യാരക്ടറിസ്റ്റിക്സ് വരുന്ന ടോപ്പിക്സ്, അതുപോലെ തന്നെ ഗേഷ്യസ് സ്റ്റേറ്റില് ടോപ്പിക്സ്. ദെൻ സൊല്യൂഷൻസ് വരുന്നുണ്ട്. നിങ്ങൾ സൊല്യൂഷൻസ് ഒക്കെ കെമിസ്ട്രി എടുത്തവരാണെങ്കിൽ, BSc കെമിസ്ട്രി കഴിഞ്ഞവരാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് അറിയാവുന്ന കുറെ പോർഷൻസ് ആണ്. അല്ലാതെ BSc ഫിസിക്സ് ആണെങ്കിൽ പോലും നമ്മൾ +1, +2 കാലഘട്ടത്തിലൊക്കെ പഠിച്ച ഒരുപാട് ടോപ്പിക്കുകൾ തന്നെയാണ് ഇതിലൂടെ കടന്നു പോകുന്നത്. അപ്പൊ നിങ്ങൾക്കൊന്ന് റീകോൾ ചെയ്തെടുക്കേണ്ട ആവശ്യമേ വരുള്ളൂ. സൊല്യൂഷൻസിൽ കോൺസെൻട്രേഷൻ തന്നെ മൊളാലിറ്റി, നോർമാലിറ്റി, ഇതൊക്കെ നിങ്ങൾക്ക് ആ ഒരു ടോപ്പിക്സ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് കുറച്ചെങ്കിലും ഫെമിലിയർ ആയിട്ടുള്ള ടോപ്പിക്സ് ആയിരിക്കും ഏറെ. അതുപോലെ ഇലക്ട്രോ കെമിസ്ട്രിയിൽ വരുന്ന ടോപ്പിക്സ് ആവട്ടെ, ദെൻ അനലിറ്റിക്കൽ പ്രിൻസിപ്പിൾസ്, അനലിറ്റിക്കൽ കെമിസ്ട്രിയിൽ വരുന്ന കുറച്ച് ടോപ്പിക്സുകളുണ്ട്. ഇൻഓർഗാനിക് ക്വാളിറ്റേറ്റീവ് അനാലിസിസും ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസിലും വരുന്ന അതായത് ലബോറട്ടറി ആയിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ദെൻ ക്രോമറ്റോഗ്രഫി, പോളിമേഴ്സിൽ തന്നെ നിങ്ങൾ +1, +2 കാലഘട്ടത്തിൽ പഠിച്ച കുറേ അധികം ടോപ്പിക്സ് തന്നെയാണ്. തെർമോപ്ലാസ്റ്റിക്, തെർമോസെറ്റിക്, അഡീഷൻ, കണ്ടൻസേഷൻ, പോളിമറൈസേഷൻ, അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഈ പോളിമേഴ്സും കാര്യങ്ങളും ഈ ടോപ്പിക്സ് ഞാൻ ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എത്രത്തോളം നിങ്ങൾക്ക് ആ ടോപ്പിക്കിലൂടെ കടന്നു പോകുമ്പോൾ മനസ്സിലാവും ഏതൊക്കെ ടോപ്പിക്സ് നിങ്ങൾക്ക് ഫെമിലിയർ ആണ്, മുന്നേ പഠിച്ചത് ഓർമ്മയുണ്ട് എന്നുള്ളതൊക്കെ. കെമിസ്ട്രി ഇൻ എവരിഡേ ലൈഫ് എല്ലാവർക്കും തോന്നുന്നത് +1, +2 ഒക്കെ അത്ര എൻജോയ് ചെയ്ത് പഠിച്ച ഒരു ചാപ്റ്റർ ആയിരിക്കും ചിലപ്പോൾ കെമിസ്ട്രി ഇൻ എവരിഡേ ലൈഫ് എന്നൊക്കെ പറയുന്നത്. അപ്പോ അതിലെ കുറച്ച് പോർഷൻസ് ഉണ്ട്. ദെൻ ഫ്യൂവൽസ്, പ്രൊപ്പലൻസ്, എക്സ്പ്ലോസീവ്സ്, ദെൻ നാനോ മെറ്റീരിയൽസിന്റെ പോർഷൻസ് വരുന്നുണ്ട്. ദെൻ സ്പെക്ട്രോസ്കോപ്പിയിൽ UV വിസിബിൾ, IR സ്പെക്ട്രോസ്കോപ്പി, NMR സ്പെക്ട്രോസ്കോപ്പി ഒക്കെ വരുന്നുണ്ട്.
ദെൻ എൻവയോൺമെന്റൽ കെമിസ്ട്രി, ലാസ്റ്റ് എൻവയോൺമെന്റൽ കെമിസ്ട്രി അത് വരുന്നുണ്ട്. എയർ പൊല്യൂഷൻ, വാട്ടർ പൊല്യൂഷൻ, സോയിൽ പൊല്യൂഷൻ, അതൊക്കെ ടോപ്പിക്സ് നിങ്ങൾക്ക് ഇത്രയും സിലബസ് ഞാൻ പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? കാരണം അധികം വാരി വലിച്ചൊന്നും കൊടുത്തിട്ടില്ല സിലബസ് എന്ന് പറയുന്നത്. അത് ഉള്ള സിലബസ് തന്നെ കുറച്ച് സിമ്പിൾ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഒന്നുകൊണ്ട് പേടിക്കണ്ട. നമുക്ക് എന്ത് ചെയ്യാം, നേരെ നമ്മളെ ഫസ്റ്റ് ടോപ്പിക് തുടങ്ങാം അല്ലെ? സ്റ്റേറ്റ്സ് ഓഫ് മാറ്ററിലേക്ക് ചെയ്യാൻ പോട്ടെ. ദെൻ സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ. ഈ സ്റ്റേറ്റ്സ് ഓഫ് മാറ്ററിനെ കുറിച്ച് നിങ്ങൾ ചെറിയ ക്ലാസ്സുകളിലൊക്കെ മുതൽ പഠിക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ടായിരിക്കും. ഏതൊക്കെ സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ ഉള്ളത്? സോളിഡ്സ് ഉണ്ട്, ലിക്വിഡ്സ് ഉണ്ട്, അതുപോലെ തന്നെ ഗ്യാഷ്യസ് സ്റ്റേറ്റ്സ് ഉണ്ട് അല്ലെ? അതുപോലെ തന്നെ ഫോർത്ത് സ്റ്റേറ്റ് ഓഫ് മാറ്റർ ആയിട്ട് ഒരു പ്ലാസ്മയൊക്കെ വന്നിരുന്നു, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ? പ്ലാസ്മ എന്ന് പറഞ്ഞാല് നമ്മള് സോളിഡ്സിനെ ഹീറ്റ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യും? ലിക്വിഡ്സ് ആക്കി മാറ്റും അല്ലെ? ലിക്വിഡ്സിനെ വീണ്ടും അഗെയിൻ ഹീറ്റ് ചെയ്ത് നമ്മൾ ഏത് ഫോമിലേക്ക് കൊണ്ടുവരും? ഗേഷ്യസ് ഫോംസിലേക്ക് കൊണ്ടുവരും. ഈ ഗ്യാസിനെ നമ്മൾ വീണ്ടും ഹീറ്റ് ചെയ്യാമെന്ന് വിചാരിക്കാം. അപ്പൊ എന്താ സംഭവിക്കുക? ഈ ഗ്യാഷ്യസ് മോളിക്യൂൾസ് ഫ്രീ ആറ്റംസ് ആയിട്ട് മാറി പിന്നീട് അവര് ഇലക്ട്രോൺസിനെ റിലീസ് ചെയ്യാൻ വേണ്ടി തുടങ്ങും. ഓക്കെ, അപ്പോ അയനൈസ്ഡ് സ്റ്റേറ്റിൽ ആയിട്ട് മാറുന്ന ഗേഷ്യസ് ഫോംസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പ്ലാസ്മ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മളെ ഈ ലൈറ്റനിങ് അതുപോലെ തന്നെ സണ്ണിലൊക്കെ എന്തുണ്ട്? പ്ലാസ്മയുടെ സാന്നിധ്യമുണ്ട്. ഓക്കെ, അപ്പോ 3 സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ ആണ് നമുക്ക് മെയിൻ ആയിട്ട് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പൊ ഞാൻ ഇതിന്റെ ബേസിക് എന്നുള്ള നിലയ്ക്ക് നിങ്ങൾക്ക് എന്തൊക്കെ ബേസിക്സ് എത്രത്തോളം അറിയാമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ജസ്റ്റ് കുറച്ച് ക്വസ്റ്റ്യൻസ്, 4-5 ക്വസ്റ്റ്യൻസേ ഉള്ളൂ, നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. ഒന്ന് വായിച്ചു നോക്കിയേ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ്, ഒരു മിനിറ്റ്. ഓക്കെ, okay, which of the following is an example of a physical change in the state of matter? ഇതിന് ആൻസർ ഒന്ന് പറയാൻ പറ്റുമോ? ഈ ക്വസ്റ്റ്യൻ ആൻസർ. ഓക്കെ, ജോബിന പറയുന്നുണ്ട് ഓപ്ഷൻ സി. ഗംഗ ഓപ്ഷൻ സി പറയുന്നുണ്ട്. ഓക്കെ, ജിൽന രാജ് ഓപ്ഷൻ സി പറയുന്നുണ്ട്. ഓക്കെ, അതെ, നമ്മളെ ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് ഏതാണ്? അതെ, ഹരിചന്ദ് ഓപ്ഷൻ സി തന്നെയാണ് അല്ലെ? എന്തുകൊണ്ട് ബാക്കിയൊന്നും ഫിസിക്കൽ ചേഞ്ചിന് എക്സാമ്പിൾ ആയിട്ട് വരുന്നില്ല? കാരണം ദ റസ്റ്റിംഗ് ഓഫ് അയൺ അല്ലെങ്കിൽ ബേണിംഗ് ഓഫ് വുഡ് അല്ലെങ്കിൽ കുക്കിംഗ് എഗ് എന്ന് പറയുന്നതൊക്കെ എന്താണ്? ഒരു ഫിസിക്കൽ ചേഞ്ച് ആണോ? അല്ല. എന്താണ് അവിടെ? കെമിക്കൽ ചേഞ്ച് ആണ് അല്ലെ നമ്മൾ പറയുന്നത്. കാരണം എന്താ, അവിടെ അയണിന്റെ റസ്റ്റ് എന്ന് പറയുന്നത് അവിടെ ഒരു പുതിയൊരു ഫോം ഉണ്ടാവുകയാണ് അല്ലെ? അയൺ എന്ന് പറയുന്നത് നമ്മളെ അറ്റ്മോസ്ഫിയറിലുള്ള മോയ്സ്ചർ ആയിക്കോട്ടെ അല്ലെങ്കിൽ എയർ ആയിക്കോട്ടെ അവയായിട്ട് റിയാക്ട് ചെയ്തിട്ട് റസ്റ്റ് എന്ന് പറയുന്ന ഒരു പുതിയൊരു ഫോം ആണ് അവിടെ ഉണ്ടാവുന്നത് അല്ലെ? അപ്പൊ അതിന് നമുക്ക് റിവേഴ്സിബിൾ ആണോ? അത് വീണ്ടും തിരിച്ച് നമുക്ക് ഇരുമ്പാക്കി കൺവേർട്ട് ചെയ്യാന്ന് പറയുന്നത് നടക്കുന്ന കാര്യമല്ല അല്ലെ? അതുപോലെ തന്നെ ബേണിംഗ് ഓഫ് വുഡ്, നമ്മൾ മരത്തിനെ കത്തിക്കുകയാണ്, അതൊരു വേറൊരു ഫോമിലേക്ക് തന്നെ മാറി അല്ലെ? നമുക്ക് റിവേഴ്സിബിൾ അല്ല, ഇറിവേഴ്സിബിൾ ആണ് അല്ലെ? പക്ഷെ മെൽറ്റിംഗ് ഓഫ് ഐസ് ആണെങ്കിലോ, ഐസിനെ നമുക്ക് മെൽറ്റ് ചെയ്ത് എന്താക്കി മാറ്റാം? ലിക്വിഡ് ആക്കി മാറ്റാം. ലിക്വിഡിനെ തിരിച്ച് നമുക്ക് ഐസ് ആക്കി മാറ്റാൻ പറ്റും. റിവേഴ്സിബിൾ ആയിട്ടുള്ള പ്രോസസ് ആണ് അല്ലെ? ഫിസിക്കൽ പ്രോപ്പർട്ടിയിലാണ് അവിടെ ചേഞ്ച് വരുന്നത്. അതുപോലെ കുക്കിംഗ് എഗ് എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് റിവേഴ്സിബിൾ അല്ല, അവിടെ ഒരു പുതിയൊരു ഫോം ആയിട്ട് മാറുകയാണ്. അവിടെ ഒരു കെമിക്കൽ കോമ്പോസിഷൻ, അവയുടെ കെമിക്കൽ കോമ്പോസിഷനിൽ തന്നെ അവിടെ ഒരു ചേഞ്ച് ഉണ്ടാവുകയാണ് അല്ലെ? അപ്പോ ഈ ഒരു പർട്ടിക്കുലർ ക്വസ്റ്റ്യനിൽ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. ഇതിന്റെ ആൻസർ പറയാവോ? വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് അബൌട്ട് ദ സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ ഈസ് കറക്റ്റ്? ഇതൊക്കെ സിമ്പിൾ ആണ്, നിങ്ങൾ ബേസിക് ആണ്, വളരെ വളരെ ബേസിക് ആണ്. ഇതിൽ ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്? ഓക്കെ, ഹരിചന്ദ് പറയുന്ന ഓപ്ഷൻ എ, ജോബിന ഓപ്ഷൻ എ. ബാക്കി ആരൊന്നും പറയുന്നില്ലല്ലോ. വായിച്ചു നോക്കാൻ ടൈം എടുക്കുന്നുണ്ടോ? സിമ്പിൾ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് അല്ലേ? ഏതാണ് ഇതിൽ കറക്റ്റ് ഓപ്ഷൻ? ഓപ്ഷൻ എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ? ഒബിയസ്ലി ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ അല്ലെ? നിങ്ങൾ പഠിച്ചതാണ് സോളിഡ്സിലും ലിക്വിഡ്സിലും ഗ്യാസസിന്റെയും പല പല പ്രോപ്പർട്ടീസ്, എങ്ങനെയാണ് അതിന്റെ ഷേപ്പ്, വോളിയം, മാസ് ഒക്കെ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളതൊക്കെ നമ്മൾ ചെറുപ്പം മുതലേ പഠിക്കുന്നതാണ് അല്ലെ? ഇതില് സോളിഡ്സ് ഹാവ് ഡെഫിനിറ്റ് ഷേപ്പ് ആൻഡ് വോളിയം, കറക്റ്റ് ആണ്.
സോളിഡ്സ് എന്ന് പറയുന്നത് ഡെഫിനറ്റ് ഷേപ്പ് ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ അതിന് ഡെഫിനറ്റ് വോളിയം ഉണ്ടായിരിക്കും. പക്ഷെ ഗ്യാസസിന് എന്താണ് ഡെഫിനറ്റ് ഷേപ്പ് ഉണ്ടോ മക്കളെ? ഇല്ല, അല്ലെ? ഗ്യാസസിന്റെ ഡെഫിനറ്റ് ഷേപ്പ് നമുക്ക് പറയാൻ പറ്റില്ല. ബട്ട് നോ ഡെഫിനറ്റ് വോളിയം, അതും കറക്റ്റ് ആണ്. ഡെഫിനറ്റ് ഷേപ്പ് പക്ഷെ നമുക്ക് എന്താണ് പറയാൻ വേണ്ടി പറ്റത്തില്ല. ലിക്വിഡ്സ് ആർ നൈദർ എ ഡെഫിനറ്റ് ഷേപ്പ് നോർ എ ഡെഫിനറ്റ് വോളിയം. ആണോ? ലിക്വിഡ്സിന് ഒരു ഡെഫിനറ്റ് ഷേപ്പ് ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റും. കാരണം അത് ഉൾക്കൊള്ളുന്ന ആ ഒരു പാത്രത്തിന്റെ ഘടനയ്ക്ക് അനുസരിച്ച് നമ്മുടെ ലിക്വിഡ്സിന്റെ ഷേപ്പ് മാറിക്കൊണ്ടിരിക്കും, അല്ലെ? പക്ഷേ ഡെഫിനറ്റ് വോളിയം ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. ലിക്വിഡ്സിന് ഒരു ഡെഫിനറ്റ് വോളിയം ഉണ്ട്. ഗ്യാസസ് ഹാവ് എ ഡെഫിനറ്റ് ഷേപ്പ് ആൻഡ് വോളിയം. ആണോ? ഗ്യാസസിന് ഡെഫിനറ്റ് ഷേപ്പും ഡെഫിനറ്റ് വോളിയം ഉണ്ടായിരിക്കോ? ഉണ്ടായിരിക്കില്ല, അല്ലെ? നമ്മൾ ഇതിന്റെ എല്ലാ പ്രോപ്പർട്ടീസും ഓരോ ക്ലാസ്സുകളിലായിട്ട് നമ്മൾ പറഞ്ഞ് പഠിച്ചു പോന്നിട്ടുള്ള ഒരുപാട് കാര്യങ്ങളാണ്, അല്ലെ? നിങ്ങൾ നോക്കിക്കേ, സോളിഡ് സ്റ്റേറ്റ്, ലിക്വിഡ് സ്റ്റേറ്റ്, ഗ്യാസ് സ്റ്റേറ്റ്, ഇതൊന്നും ജസ്റ്റ് ക്ലാസ്സിലൂടെ നമ്മൾ ഓവർ സ്ട്രെസ് ചെയ്ത് പറയേണ്ട കാര്യങ്ങളെല്ലാം നിങ്ങൾ ഒരു ടോപ്പിക് ഓരോന്നും പഠിച്ചു വന്നിട്ടുള്ള കാര്യങ്ങളായിരിക്കും, അല്ലെ? ഡെഫിനറ്റ് ഷേപ്പും വോളിയം ഉണ്ടായിരിക്കും സോളിഡ്സിന്, പക്ഷെ ലിക്വിഡ്സിന് ഡെഫിനറ്റ് ഷേപ്പ് ഇല്ല. ലിക്വിഡ്സ് എന്താണ്, അത് അറ്റൈൻ ചെയ്യുന്ന വെസലിന്റെ ഷേപ്പിനനുസരിച്ച് അവരുടെ ഷേപ്പ് മാറും, അല്ലെ? ഗ്യാസസിന് പ്രത്യേകിച്ച് ഡെഫിനറ്റ് ഷേപ്പും ഇല്ല, അതുപോലെ തന്നെ ഡെഫിനറ്റ് വോളിയവും ഇല്ല. അതുപോലെ തന്നെ സോളിഡ് എന്ന് പറയുന്നത് ഇൻകംപ്രസിബിൾ ആണ്, അല്ലെ? പക്ഷെ ലിക്വിഡ്സ് എന്ന് പറയുന്നത് ഒരു സ്മോൾ എക്സ്റ്റെന്റ് വരെ കംപ്രസിബിൾ ആണ്. പക്ഷെ ഗേഷ്യസ് ഫോംസിലേക്ക് മാറാണെങ്കിലോ ദേ ആർ ഹൈലി കംപ്രസ്ഡ്. ഓക്കെ. പിന്നെ സോളിഡ് സ്റ്റേറ്റിൽ എന്താണ്, പാർട്ടിക്കിൾസ് തമ്മിൽ എന്താണ് ലിറ്റിൽ സ്പേസേ ഉള്ളൂ, അല്ലെ? അത് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ലിക്വിഡ്സിൽ പാർട്ടിക്കിൾസ് തമ്മിൽ എന്താണ് കുറച്ചുകൂടി സ്പേസ്ഡ് ആണ്, അല്ലെ? സ്പേസ് ഉണ്ടായിരിക്കും അവർ തമ്മിൽ. ഗ്യാഷ്യസ് ഫോംസിലാണെങ്കിൽ ഒരുപാട് ഗ്യാസ് പാർട്ടിക്കിൾസ് തമ്മിലുള്ള സ്പേസ് വളരെ കൂടുതലായിരിക്കും. ആരെ കമ്പയർ ചെയ്ത് വെച്ച് നോക്കുമ്പോൾ ലിക്വിഡ്സിനെയും സോളിഡ്സിനെയും കമ്പയർ ചെയ്ത് വെച്ച് നോക്കും, അല്ലെ? ദെൻ സോളിഡ്സിൽ എന്താണ് പാർട്ടിക്കിൾസ് അത്രയും ക്ലോസ്ഡ് ആയിട്ടാണ് നിൽക്കുന്നത്, അല്ലെ? അതുകൊണ്ട് തന്നെ അവരെന്താണ് വളരെ അട്രാക്റ്റഡ് ആയിട്ടാണ് നിൽക്കുന്നത്. ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഏതിലായിരിക്കും കൂടുതൽ? സോളിഡ്സിലായിരിക്കും കൂടുതൽ. ദെൻ ലിക്വിഡ് സ്റ്റേറ്റിൽ എന്തായിരിക്കും? നമ്മൾ സോളിഡ് സ്റ്റേറ്റിനെ വെച്ച് നോക്കുമ്പോൾ ലിക്വിഡ് സ്റ്റേറ്റിന്റെ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്തായിരിക്കും? കുറവായിരിക്കും. ഏറ്റവും കുറവ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എവിടെയായിരിക്കും? നമ്മൾ ഗാഷ്യസ് ഫോംസിലായിരിക്കും, അല്ലെ? ദെൻ പാർട്ടിക്കിൾസ് ഓഫ് സോളിഡ് കനോട്ട് മൂവ് ഫ്രീലി, അല്ലെ? അവ അത്രയും പാർട്ടിക്കിൾസ് സോളിഡ്സിലെ കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസ് അത്രയും എന്താണ് ക്ലോസ്ലി പാക്ഡ് ആയതുകൊണ്ട് തന്നെ അവർക്ക് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. പക്ഷെ ലിക്വിഡ് സ്റ്റേറ്റിൽ എന്ന് പറയുന്നത് കുറച്ച് സ്പേസ് അവർ തമ്മിലുള്ളതുകൊണ്ട് തന്നെ കുറച്ചൊക്കെ അവർക്ക് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റും. ഗ്യാസസ് ഫോംസിലേക്കാണെങ്കിലോ അവർക്ക് കണ്ടിന്യൂസ് ആയിട്ട് റാൻഡം മോഷൻ ആയിട്ട് നടന്ന് അവർക്ക് എന്താ പറയാ മൂവ് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ദ പ്രോസസ് ഓഫ് ചേഞ്ചിങ് ഗ്യാസ് ഇൻ ടു എ ലിക്വിഡ് ഈസ് കോൾഡ്. എന്താണ് ആ പ്രോസസ്സിനെ പറയുന്ന പേര്? ഗ്യാഷ്യസ് ഫോംസ് നേരെ ലിക്വിഡ് ഫോംസ് ആയിട്ട് മാറുന്ന. ഓപ്ഷൻ സി പറയുന്നുണ്ടായിരിക്കും സബ്ലിമേഷൻ ആണോ? അഭിജിത്ത് ഓപ്ഷൻ എ പറയുന്നുണ്ട്. ശോഭന ഓപ്ഷൻ എ. ഓപ്ഷൻ എ. ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് ആ പ്രോസസ്സിന്റെ പേര് നിങ്ങൾക്ക് മാറിപ്പോരുത് മക്കളെ. ഓക്കെ. എന്താണ് സോളിഡ് ലിക്വിഡ് ആയിട്ട് മാറുന്ന പ്രോസസ്സിന്റെ പേര്? ലിക്വിഡ് ഗ്യാസ് ആയിട്ട് മാറുന്നത്, ഗ്യാസ് സോളിഡ് ആയിട്ട് മാറുന്നത്, സോളിഡ് ഗ്യാസ് ആയിട്ട് മാറുന്നത്, ഗ്യാസ് ലിക്വിഡ് ആയിട്ട് മാറുന്നത്, ലിക്വിഡ് സോളിഡ് ആയിട്ട് മാറുന്നത്. ഇവിടെ പർട്ടിക്കുലർ ആൻസർ എന്താണ് മക്കളെ? ഗ്യാസ് ഫോമിൽ നിന്നും ലിക്വിഡ് ആയിട്ട് മാറുന്ന പ്രോസസ്സിന്റെ പേരെന്താണ്? കണ്ടൻസേഷൻ ആണ്. ഓക്കെ. സബ്ലിമേഷൻ അല്ല കേട്ടോ, കണ്ടൻസേഷൻ ആണ്. ഓക്കെ. ആ ഒരു പ്രോസസ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. ഈ ഒരു പിക്ചർ വെച്ചിട്ട് നിങ്ങൾ ചെറിയ ക്ലാസ് മുതലേ പഠിച്ചതായിരിക്കും. എന്താണ് സോളിഡിൽ നമ്മൾ മെൽറ്റ് ചെയ്യുമ്പോഴാണ് എന്ത് ലിക്വിഡ് ആയിട്ട് മാറുന്നത്, മെൽറ്റിംഗ് പ്രോസസ്. ലിക്വിഡ് പിന്നെ ഗ്യാസ് ആയിട്ട് മാറുന്നതാണ് ഇവാപറേഷൻ. ഗ്യാസ് സോളിഡ് ആയിട്ട് മാറുന്ന പ്രോസസ്സാണ് ഡെപ്പോസിഷൻ. തിരിച്ച് സോളിഡ് ഗ്യാഷ്യസ് ഫോംസിലേക്ക് മാറുന്നതാണ് എന്ത്? സബ്ലിമേഷൻ. മറന്നുപോലെ സോളിഡ് ഗ്യാഷ്യസ് ഫോംസിലേക്ക് മാറുന്നതാണ് സബ്ലിമേഷൻ. ദെൻ ഗ്യാഷ്യസ് ഫോംസിലുള്ളത് നേരെ ലിക്വിഡ് ഫോമിലേക്ക് മാറുന്ന പ്രോസസ്സാണ് കണ്ടൻസേഷൻ. ദെൻ ലിക്വിഡിന്റെ നേരെ നമുക്ക് ഫ്രീസ് ചെയ്താൽ ആര് കിട്ടും? സോളിഡ് കിട്ടും. അപ്പൊ ഈ ഒരു പ്രോസസ്സ് നിങ്ങൾക്ക് എന്ത് ചെയ്ത് മാറിപ്പോകരുത്. അപ്പൊ പറയാം, വിച്ച് ഓഫ് ദ ഫോളോയിങ് പ്രോസസ് ഇസ് എൻ എക്സാമ്പിൾ ഓഫ് സബ്ലിമേഷൻ എന്നാ പറ. ഏതാണ് ഇതിലെ സബ്ലിമേഷൻ എക്സാമ്പിൾ? ഏത് പ്രോസസ്സാണ് മക്കളെ സബ്ലിമേഷൻ എക്സാമ്പിൾ ആയിട്ട് വരുന്നത്? ഓപ്ഷൻ സി പറയുന്നുണ്ട്. യെസ്,
എന്താണ് ഓപ്ഷൻ? ഓപ്ഷൻ സി ആണ് അല്ലേ? അല്ലെ മക്കളെ? കാരണം എന്താ? ഡ്രൈ ഐസ് ടേണിംഗ് ഇൻ ടു കാർബൺ ഡൈ ഓക്സൈഡ്. എന്താണ് സബ്ലിമേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ്? സോളിഡിന് നേരെ ഗ്യാഷ്യസ് ഫോംസിലേക്ക് മാറുന്ന പ്രോസസ്സാണ് എന്ത്? സബ്ലിമേഷൻ അല്ലെ? അപ്പോ തന്നിരിക്കുന്ന എക്സാമ്പിൾസിൽ അല്ലെങ്കിൽ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ഏതാണ് ആ പർട്ടിക്കുലർ പ്രോസസ്സായിട്ട് മിങ്കിൾ ചെയ്ത് പോകുന്നതെന്ന് നമുക്ക് നോക്കിയാൽ മതി അല്ലെ? ഐസ് മെൽറ്റിംഗ് ഇൻ ടു വാട്ടർ അല്ല, ഒബിയസ്ലി അല്ല. വാട്ടർ ഇവാപറേറ്റിംഗ് ഇൻ ടു സ്റ്റീം അല്ല. ലിക്വിഡ് നൈട്രജൻ ബോയിലിംഗ് ഇൻ ടു നൈട്രജൻ ഗ്യാസ് അല്ല. ലിക്വിഡ് ടു ഗ്യാസ് അല്ല. എന്താണ്? സോളിഡ് ടു ഗ്യാസ് ആണ് ഇത് സബ്ലിമേഷൻ പ്രോസസ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് സിമ്പിൾ ക്വസ്റ്റ്യൻ. The intermolecular forces are strongest in which state of matter? Yes, solid. ഓക്കെ, സോളിഡ് സ്റ്റേറ്റിലാണ് അല്ലെ? ഇന്റർമോളിക്കുലർ ഫോഴ്സസ് ഏറ്റവും കൂടുതൽ സ്ട്രോങ്സ്റ്റ് ആയിട്ട് കാണുന്നത് സോളിഡ് സ്റ്റേറ്റിലാണ്. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ സോളിഡ് സ്റ്റേറ്റിനെ കുറിച്ച് നമുക്ക് കുറച്ച് കാര്യങ്ങൾ പഠിക്കാം. നമ്മൾ നേരത്തെ സിലബസ് പറഞ്ഞപ്പോ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്റ്റേറ്റ്സ് ഓഫ് മാറ്ററിൽ തന്നെ സോളിഡ് സ്റ്റേറ്റ്, ലിക്വിഡ് സ്റ്റേറ്റ്, ഗ്യാഷ്യസ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് 3 ഡിഫറെന്റ് പാർട്ടായിട്ട് നമുക്ക് തിരിച്ചു തന്നിട്ടുണ്ട്. അതിൽ കുറച്ച് സ്പെസിഫിക് ടോപ്പിക്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോ ഇതില് ഫസ്റ്റ് നമുക്ക് തുടങ്ങുന്നത് സോളിഡ് സ്റ്റേറ്റ് ആണ്. ആ സോളിഡ് സ്റ്റേറ്റിൽ നോക്കിയേ, solids can be classified into 2 on the basis of orderly arrangement of the കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസ്. നമ്മൾ സോളിഡ്സിൽ കാണുന്ന കോൺസ്റ്റിറ്റ്യൂന്റ് പാർട്ടിക്കിൾസ് അത് ഏതൊക്കെ ആവാം? ആറ്റംസ് ആവാം, അയോൺസ് ആവാം, അല്ലെങ്കിൽ മോളിക്യൂൾസ് ആവാം, എന്തോ ആവട്ടെ. കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസ് എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്? അവരുടെ അറേഞ്ച്മെന്റിന്റെ ഓൺ ദ ബേസിസ് ഓഫ് അറേഞ്ച്മെന്റ് ദേ ക്യാൻ ബി ഡിവൈഡഡ് ഇൻ ടു 2 അല്ലെ? ഏതൊക്കെയാണ് സോളിഡ്സ് എന്ന് പറയുന്നത്? ക്രിസ്റ്റലൈൻ സോളിഡ്സ് ഉണ്ട്, അതുപോലെ തന്നെ എന്തുണ്ട്? അമോർഫസ് സോളിഡ്സ് ഉണ്ട്. ഏതൊക്കെയാണ്? ക്രിസ്റ്റലൈൻ സോളിഡ്സും അമോർഫസ് സോളിഡ്സും. എന്തിന്റെ ബേസിസിലാണ് അവരെ അങ്ങനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നതെന്ന് ചോദിച്ചാൽ എന്തിന്റെ ബേസിസിലാണ്? ഓർഡർലി അറേഞ്ച്മെന്റ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസ്. അവയിൽ അടങ്ങിയിരിക്കുന്ന കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസിന്റെ അറേഞ്ച്മെന്റിന് എത്രത്തോളം ഓർഡറിലാണ് അവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്, അതിന്റെ ബേസിസിൽ നമുക്ക് വീണ്ടും 2 നമുക്ക് അവയെ തരംതിരിക്കാൻ വേണ്ടി പറ്റും. അതാണ് ക്രിസ്റ്റലൈൻ സോളിഡ്സും അമോർഫസ് സോളിഡ്സും. നിങ്ങൾ രണ്ടിന്റെയും പിക്ചർ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും അല്ലെ? ക്രിസ്റ്റലൈൻ സോളിഡ്സ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? അവരെ നമുക്ക് അവിടെ നല്ല പർട്ടിക്കുലർ ആയിട്ട് എന്താണ് ഒരു കറക്റ്റ് ഓർഡർ ഉണ്ടായിരിക്കും. അവരെ കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസിലെ അറേഞ്ച്മെന്റില് കറക്റ്റ് ഓർഡർ ആയിട്ട് നമുക്ക് കാണുമ്പോൾ തന്നെ നല്ലൊരു ഭംഗി തോന്നുന്നുണ്ട് അല്ലെ? അപ്പൊ കറക്റ്റ് ഓർഡറിൽ അവരെ കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസിനെ പ്ലേസ് ചെയ്തിരിക്കുന്നുണ്ട് അല്ലെങ്കിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നുണ്ട്. അങ്ങനത്തെ ടൈപ്പ് ഓഫ് സോളിഡ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? ക്രിസ്റ്റലൈൻ സോളിഡ്സ് എന്ന് പറയാം. പക്ഷെ അമോർഫസ് സോളിഡ്സിലോ? അമോർഫസ് സോളിഡ്സിന്റെ പിക്ചർ നിങ്ങൾ നോക്കിയേ. അതായത് അവിടെ ചില ഭാഗത്തൊക്കെ എന്താണ് ഒരു കറക്റ്റ് ആയിട്ടുള്ള ഓർഡർ വരുന്നുണ്ട്, പക്ഷെ ചില ഭാഗത്ത് എന്താണ് കറക്റ്റ് ആയിട്ടുള്ള ഓർഡറും അല്ല അല്ലെ? ഭൂരിഭാഗ ഭാഗത്തും അതിന്റെ കറക്റ്റ് ഓർഡറിൽ വരുന്നില്ല, പക്ഷെ ചില ഭാഗങ്ങളിലൊക്കെ എവിടേക്കോ കുറച്ച് ഓർഡർലി അറേഞ്ച്മെന്റ് ആണെന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. അപ്പൊ അങ്ങനത്തെ ടൈപ്പ് ഓഫ് സോളിഡ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? അമോർഫസ് സോളിഡ്സ് എന്നും പറയുന്നത്. ഓക്കെ, crystalline solids, solids in which the particles have a well-ordered arrangement throughout the solids. ആ സോളിഡ്സിന്റെ സ്ട്രക്ചർ ത്രൂഔട്ട് എങ്ങനെയായിരിക്കും? വളരെ വെൽ ഓർഡേർഡ് അറേഞ്ച്മെന്റ് ആയിരിക്കും. അങ്ങനത്തെ ടൈപ്പ് ഓഫ് സോളിഡ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ക്രിസ്റ്റലൈൻ സോളിഡ്സ് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾസ് നോട്ട് ചെയ്ത് വെക്കണേ മക്കളെ. നിങ്ങൾക്ക് എക്സാമ്പിൾസ് വെച്ചിട്ട് നന്നായിട്ട് ചോദിക്കും. അപ്പൊ എക്സാമ്പിൾസ് നോട്ട് ചെയ്ത് വെക്കുക. ഏതൊക്കെയാണ്? ക്വാർട്സ് ഉണ്ട്, ഡയമണ്ട് ഉണ്ട്, ഗ്രാഫൈറ്റ് ഉണ്ട്, ഫുള്ളറിൻ ഉണ്ട്, സോഡിയം ക്ലോറൈഡ് ഉണ്ട്, ഐസ് ഉണ്ട്. ഇത്രയും എക്സാമ്പിൾസ് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ എക്സാമ്പിൾസ് ഒക്കെ നമ്മൾ പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക. ചിലപ്പോൾ താഴെ തന്നിരിക്കുന്നത് ഏതാണ് ക്രിസ്റ്റലൈൻ സോളിഡ്സ് എന്നൊക്കെ വന്നിട്ടുള്ള അല്ലെങ്കിൽ അമോർഫസ് സോളിഡ്സ് എന്നൊക്കെ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഓപ്ഷൻസ് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് ആ ടൈപ്പ് വരാം. അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് വൈസ് ഇപ്പൊ ക്വസ്റ്റ്യൻസ് ചോദിക്കുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു നമുക്ക് എക്സാമ്പിൾസിലായിരിക്കും ചിലപ്പോൾ അവർ തെറ്റി വരുത്തുന്നത്. അതായത് ഇന്ന സ്റ്റേറ്റ്മെന്റ് കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് തരുന്നു, അതിൽ ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ് ചിലപ്പോൾ ഗ്രാഫൈറ്റ് ഇസ് ആൻ അമോർഫസ് സോളിഡ്സ് അങ്ങനെ ആയിരിക്കും ചിലപ്പോൾ സ്റ്റേറ്റ്മെന്റ് ചിലപ്പോൾ തരിക. അപ്പൊ നമുക്ക് എക്സാമ്പിൾ അത്രയും എന്താണ് ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അപ്പോ ഒരു സോളിഡ്സിന്റെ സ്ട്രക്ചറിൽ ത്രൂ ഔട്ട് അതിന്റെ പാർട്ടിക്കിൾസ് വെൽ ഓർഡേർഡ് ആയിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ക്രിസ്റ്റലൈൻ സോളിഡ്സ് എന്ന് പറയുന്നത്. അതിന്റെ എക്സാമ്പിൾസ് നോട്ട് ചെയ്ത് വെക്കണേ. Then amorphous solids, solids in which the ordered arrangement of particles is only at some portions of the solids.
അല്ലെ? സോളിഡ്സിന്റെ സം പോർഷൻസിൽ മാത്രം എന്തായിരിക്കും നല്ല ഒരു ഓർഡേർഡ് അറേഞ്ച്മെന്റ് ആയിരിക്കും അല്ലെ? എന്നാൽ ഭൂരിഭാഗം പോർഷൻസിൽ അങ്ങനെ വലിയ ഓർഡേർഡ് ആയിട്ടുള്ള അറേഞ്ച്മെന്റും ആയിരിക്കില്ല. അപ്പോൾ അങ്ങനത്തെ ടൈപ്പ് ഓഫ് സോളിഡ്സിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് അമോർഫസ് സോളിഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അതിന്റെ എക്സാമ്പിൾ ആയിട്ട് കൊടുത്തിരിക്കുന്നത് നോക്കിയാൽ പ്ലാസ്റ്റിക്, ഗ്ലാസ്, റബ്ബർ, ചാർക്കോൾ, PVC. PVC എന്താണ്? PVCന്റെ ഫുൾ ഫോം അറിയോ മക്കളെ നിങ്ങൾക്ക്? നിങ്ങൾ പോളിമേഴ്സിൽ പഠിച്ച ആർക്കെങ്കിലും PVC ഫുൾ ഫോം? പോളിമർ കാറ്റഗറിയിൽ വരുന്നതാണ് PVC. പോളിവിനൈൽ ക്ലോറൈഡ്. യെസ്, പോളിവിനൈൽ ക്ലോറൈഡ് ആണ് PVC. അത് PVC പൈപ്സ് അല്ലെ? ദെൻ ടെഫ്ലോൺ. ടെഫ്ലോൺ എന്ന് പറയുന്ന പോളിമർ ഏതിന്റെ മോണോമർ ആണ് അറിയോ? ഇതൊക്കെ നമുക്ക് ഓൾറെഡി പോളിമേഴ്സ് എന്നൊക്കെ ചാപ്റ്ററിൽ പഠിക്കാനുള്ളതാണ്. ഞാൻ ജസ്റ്റ് ചോദിച്ചതേ ഉള്ളൂ. എക്സാമ്പിൾസ് ആയിട്ട് ഇവിടെ കൊടുത്തപ്പോ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് അറിയാമെന്ന് അറിയാൻ വേണ്ടി ചോദിക്കുന്നേ ഉള്ളൂ കേട്ടോ. ടെഫ്ലോൺ ഏതിന്റെ മോണോമർ ആണെന്ന് അറിയാം മക്കളെ? പോളിമർ ആണ്. പോളിമറിന് എക്സാമ്പിൾ ആണ് ടെഫ്ലോൺ. അറിയോ? ഇല്ല. ടെട്രാഫ്ലൂറോ എത്തീൻ കേട്ടിട്ടുണ്ടോ? ടെട്രാഫ്ലൂറോ എത്തീൻ, പോളി ടെട്രാഫ്ലൂറോ എത്തീൻ ആണ് എന്ത്? ടെഫ്ലോൺ എന്ന് പറയുന്നത്. ടെട്രാഫ്ലൂറോ എത്തീൻ ആണ് എന്ത്? ടെഫ്ലോണിന്റെ മോണോമർ യൂണിറ്റ്. ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. നമ്മൾ പോളിമേഴ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് അതിന്റെ മാനുഫാക്ചറിങ്ങും ഒക്കെ പഠിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് സ്യൂഡോ സോളിഡ്സ്. അപ്പോ നമ്മൾ അമോർഫസ് സോളിഡ്സും അതുപോലെ തന്നെ എന്താണ് ക്രിസ്റ്റലൈൻ സോളിഡ്സും പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ വേറൊരു കാറ്റഗറി ആയിട്ട് വരുന്നതാണ് എന്ത്? സ്യൂഡോ സോളിഡ്സ് എന്ന് പറയുന്നത്. നോക്കി, ലൈക്ക് ലിക്വിഡ്സ്, അമോർഫസ് സോളിഡ്സ് ഹാവ് എ tendency to flow so very slowly. Therefore, they are also called pseudo solids or super cooled liquids. അതായത് നമ്മളെ ക്രിസ്റ്റലൈൻ സോളിഡ്സിന്റെ കേസസ് അല്ല ഇവിടെ പറയുന്നത്. എന്തിന്റെ കേസാണ് ഇവിടെ പറയുന്നത്? അമോർഫസ് സോളിഡ് ആണ് പറയുന്നത്. അതായത് നമ്മള് ചില അമോർഫസ് സോളിഡ്സിന് എന്താണ്, അവർക്ക് ഒരു ടെൻഡൻസി ടു ഫ്ലോ. അതായത് ഫ്ലോ എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് സോളിഡ്സിന്റെ പ്രോപ്പർട്ടി ആണോ മക്കളെ? ആണോ? അല്ല, ഒരു ലിക്വിഡിന്റെ പ്രോപ്പർട്ടി ആണ് അല്ലെ ഫ്ലോ എന്ന് പറയുന്നത്. അപ്പോ ചില അമോർഫസ് സോളിഡ്സിന് എന്താണ്, ഒരു ഫ്ലോ ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടായിരിക്കും. അപ്പൊ അത്തരം ടൈപ്പ് ഓഫ് സോളിഡ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സ്യൂഡോ സോളിഡ്സ് അല്ലെങ്കിൽ സൂപ്പർ കൂൾഡ് ലിക്വിഡ്സ് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾ ആയിട്ട് ഇവിടെ ഒരു ജസ്റ്റ് ഒരു സിറ്റുവേഷൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാവും, നിങ്ങൾ ചിലപ്പോ അറിഞ്ഞിട്ടുണ്ടാവും. ഗ്ലാസ് പെയിന്റ്സ് ഫിക്സഡ് ടു വിൻഡോസ് ഓർ ഡോർസ് ഓഫ് ഓൾഡ് ബിൽഡിംഗ്സ് ആർ സ്ലൈറ്റ്ലി തിക്കർ അറ്റ് ദ ബോട്ടം ദാൻ അറ്റ് ദ ടോപ്പ്. അതായത് ചില നമ്മൾ ഗ്ലാസ് വിൻഡോസ് ഒക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. അതായത് ചെറിയ കാലം കൊണ്ടല്ല, ഒരുപാട് കാലം കഴിയുമ്പോൾ ആ ഗ്ലാസ് വിൻഡോസിൽ എന്താണെന്ന് വെച്ചാൽ അതിന്റെ ബോട്ടം പാർട്ട് എന്തായിരിക്കും? ടോപ്പിനെക്കാളും കുറച്ചുകൂടി തിക്കറായിട്ട് കാണാൻ വേണ്ടി പറ്റും. അതെന്തുകൊണ്ടാണ്? കാരണം കാലക്രമേണ നമ്മുടെ കാലങ്ങൾ കഴിഞ്ഞു പോകുന്നതോടെ എന്താണ്, ഗ്ലാസ് എന്ന് പറയുന്നത് ഒരു അമോർഫസ് സോളിഡ് ആണ്. അപ്പോ ആ അമോർഫസ് സോളിഡ് എന്താണ്, താഴേക്ക് ഗ്രാവിറ്റി മൂലം ക്ലോസ് ഡൗൺ ചെയ്യും. അപ്പൊ ഇതൊരു ഒരുപാട് കാലങ്ങൾ കൊണ്ട് എടുക്കുന്ന പ്രോസസ്സാണ് കേട്ടോ. ചുരുങ്ങിയ കാലം കൊണ്ട് വരുന്നല്ല, ഒരുപാട് കാലങ്ങൾ കൊണ്ട് എടുക്കുന്ന ഒരു പ്രോസസ്സാണ്. അപ്പോ അവര് ഫ്ലോ ചെയ്തിട്ടുണ്ടായിരിക്കും ബോട്ടം പോർഷനിൽ കുറച്ച് തിക്കറായിട്ട് കാണും എന്തിനേക്കാളും, ടോപ്പ് പോർഷനേക്കാളും. അപ്പൊ ആ ടൈപ്പ് ഓഫ് അമോർഫസ് സോളിഡ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സ്യൂഡോ സോളിഡ്സ് എന്ന് പറയുന്നത്. കാരണം എന്താ? സ്യൂഡോ എന്ന് പറയുന്നത് എന്താണ്? അവർ ശരിക്കുള്ളതാണോ, ട്രൂ ആണോ? അല്ല, അവർ കളത്തരം അവർക്ക് അല്ലെ. അപ്പോ അതുകൊണ്ടാണ് അവർ എന്തെന്ന് വിളിക്കുന്നത്? സ്യൂഡോ സോളിഡ്സ് എന്ന് നമ്മൾ വിളിക്കുന്നത്. അല്ലെങ്കിൽ ഒരു പേരും കൂടി എന്താണ്? സൂപ്പർ കൂൾഡ് ലിക്വിഡ്സ്. ഓക്കെ, ദെൻ നമ്മൾക്ക് ക്രിസ്റ്റലൈൻ സോളിഡ്സ് അതുപോലെ തന്നെ അമോർഫസ് സോളിഡ്സ് രണ്ടിന്റെയും ഒരു ഡിഫറൻസിയേഷൻ പോലെ നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പൊ അതിന്റെ രണ്ടിന്റെയും ഓരോ കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് പ്രോപ്പർട്ടി ആയിട്ട് പറയുന്നത് എന്താണ്? ഓർഡർലി അറേഞ്ച്മെന്റ് ഓഫ് ദി പാർട്ടിക്കിൾസ് ആണ് അല്ലെ. അപ്പൊ എങ്ങനെയാണ് അത്, എത്രത്തോളം ഓർഡേർഡ് ആയിട്ടാണ് അവര് അറേഞ്ച് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. ക്രിസ്റ്റലൈൻ സോളിഡ്സ് അതിൽ പറയുന്നത് എന്താണ്? ലോങ് റേഞ്ച് ഓർഡർ ആണ്. പക്ഷെ അമോർഫസ് സോളിഡിലോ ഓൺലി ഷോർട്ട് റേഞ്ച് ഓർഡർ ആണ്. അതായത് ക്രിസ്റ്റലൈൻ സോളിഡ്സ് എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി പഠിച്ചു. എന്താണ്? സോളിഡ്സിന്റെ സ്ട്രക്ചർ എടുക്കുകയാണെങ്കിൽ ത്രൂ ഔട്ട് എങ്ങനെയായിരിക്കും? ത്രൂ ഔട്ട് എന്ന് പറയുന്നത് സെയിം, അതായത് ലോങ് റേഞ്ചിലുള്ള ഒരു ഓർഡർ ആയിരിക്കും എന്നുള്ളതാണ്. വെൽ ഓർഡേർഡ് ആയിരിക്കും, അത് തന്നെ ലോങ് റേഞ്ചിലായിരിക്കും എന്നുള്ളതാണ്. പക്ഷെ അമോർഫസ് സോളിഡ്സിന്റെ കേസിലാണെങ്കിലോ വളരെ ഷോർട്ട് റേഞ്ചിലായിരിക്കും അവരുടെ ഓർഡർ എന്ന് പറയുന്നത് അല്ലെ. ഒരു അറേഞ്ച്മെന്റ് എന്ന് പറയുന്നത് വളരെ ഷോർട്ട് റേഞ്ചിലായിരിക്കും. ചില സ്ഥലത്ത് കാണാം
പക്ഷെ ചില സ്ഥലത്ത് നമുക്ക് എന്തായാലും ഓർഡർലി അറേഞ്ച്മെന്റ് നമുക്ക് കാണാൻ വേണ്ടി പറ്റത്തില്ല അല്ലെ. ദെൻ സെക്കൻഡ് പ്രോപ്പർട്ടി നോക്കുക, ജോമെട്രിക്കൽ ഷേപ്പ് എന്ന് പറയുന്നത്. ജോമെട്രിക്കൽ ഷേപ്പ് എങ്ങനെയാണ് ക്രിസ്റ്റലൈൻ സോളിഡ്സിലും അതുപോലെ തന്നെ അമോർഫസ് സോളിഡ്സിലും എങ്ങനെയാണ് ജോമെട്രിക്കൽ ഷേപ്പിലുള്ള വ്യത്യാസം വരുന്നത് നോക്കാം. ക്രിസ്റ്റലൈൻ സോളിഡ്സിൽ എങ്ങനെയാണ് ഡെഫിനറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ജോമെട്രിക്കൽ ഷേപ്പ് ഉണ്ട് അല്ലെ. കാരണം എന്താ, അത് അവര് നല്ല വെൽ ഓർഡേർഡ് ആണ്, വെൽ ഓർഡർലി അറേഞ്ച്മെന്റ് ആയതുകൊണ്ട് തന്നെ അവർക്ക് ഡെഫിനറ്റ് ആയിട്ടുണ്ടായിരിക്കും ഒരു ഷേപ്പ് ഉണ്ടായിരിക്കും. പക്ഷെ അമോർഫസ് സോളിഡ്സിന് എന്താണ് അങ്ങനെ ഒരു ഡെഫിനറ്റ് ഷേപ്പോ അതുപോലെ തന്നെ ജോമെട്രിക്കൽ ഷേപ്പോ ഉണ്ടായിരിക്കില്ല എന്നുള്ളതാണ്. ദെൻ പ്രോപ്പർട്ടി അടുത്തത് മെൽറ്റിംഗ് പോയിന്റ്. മെൽറ്റിംഗ് പോയിന്റ് പറയുകയാണെങ്കിലോ, അതായത് ക്രിസ്റ്റലൈൻ സോളിഡ്സ് മെൽറ്റ് ചെയ്യുന്നത് എന്ന് പറയുന്നത് എന്താണ്, അതിനൊരു ഷാർപ്പ് മെൽറ്റിംഗ് പോയിന്റ് ആയിരിക്കും അല്ലെ. എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഐസ് മെൽറ്റ് ചെയ്യുന്ന ടെമ്പറേച്ചർ എങ്ങനെയാണ് 0 ഡിഗ്രി സെൽഷ്യസിലാണ് അല്ലെ ഐസ് മെൽറ്റ് ചെയ്യുന്നത്. അപ്പൊ അതിന് അങ്ങനെ ഒരു 0 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്ന ഒരു ഷാർപ്പ് മെൽറ്റിംഗ് പോയിന്റ് ആണ് ഇതിന്റെ ഐസിന്റെ. അതുപോലെ തന്നെ ക്രിസ്റ്റലൈൻ സോളിഡ്സ് എന്ന് പറയുന്നത് ഒരു ഷാർപ്പ് മെൽറ്റിംഗ് പോയിന്റ് അവർക്ക് ഉണ്ടായിരിക്കും. പക്ഷെ അമോർഫസ് സോളിഡ്സ് ആണെങ്കിലോ മെൽറ്റ് ഓവർ എ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ. നമുക്ക് ഇങ്ങനെ ഒരു ഷാർപ്പായിട്ട് ഇത്ര ടെമ്പറേച്ചറിൽ അത് മെൽറ്റ് ആവും എന്ന് നമുക്ക് എന്ത് പറയാൻ പറ്റില്ല. അമോർഫസ് സോളിഡ്സിന്റെ കേസിൽ നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല. നമുക്ക് അവിടെ റേഞ്ചേ പറയാൻ പറ്റുള്ളൂ. ഇപ്പൊ 200 to 300 ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ 300 to 400 ഡിഗ്രി സെൽഷ്യസ് ആ ഒരു റേഞ്ചിലായിരിക്കും അവർ മെൽറ്റ് ചെയ്യുന്നത് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പൊ കറക്റ്റ് ആയിട്ടുള്ള ഒരു ഷാർപ്പ് ആയിട്ടുള്ള ഒരു മെൽറ്റിംഗ് പോയിന്റ് ആർക്കും ഉണ്ടാവില്ല, നമ്മുടെ അമോർഫസ് സോളിഡ്സിന് ഉണ്ടായിരിക്കില്ല. ഓക്കെ, ദെൻ ഹീറ്റ് ഓഫ് ഫ്യൂഷൻ. ഹീറ്റ് ഓഫ് ഫ്യൂഷൻ എന്ന് പറയുന്നത് ഷാർപ്പ് മെൽറ്റിംഗ് പോയിന്റ് ആയിട്ട് കണക്റ്റഡ് ആണ്. എന്താണ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ, ആർക്കെങ്കിലും അറിയോ? ഹീറ്റ് ഓഫ് ഫ്യൂഷൻ എന്ന് പറയുന്നത് അവർ മെൽറ്റ് ചെയ്യുമ്പോൾ അവർ അബ്സോർബ് ചെയ്യുന്ന ആ ഒരു ഹീറ്റ്, ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ആ ഒരു ടേം ആണ് എന്ത് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ എന്ന് പറയുന്നത്. നമ്മുടെ ക്രിസ്റ്റലൈൻ സോളിഡ്സിന് ഷാർപ്പ് മെൽറ്റിംഗ് പോയിന്റ് ഉള്ളതുകൊണ്ട് തന്നെ അവർക്ക് എന്തായിരിക്കും ഒരു ഡെഫിനറ്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ ഉണ്ടായിരിക്കും അല്ലെ. ഇത്ര റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ മാത്രമേ അവർ അബ്സോർബ് ചെയ്യുള്ളൂ, അതിൽ അവർ മെൽറ്റ് ചെയ്ത് പോവുകയും ചെയ്യും. പക്ഷെ അമോർഫസ് സോളിഡ്സിൽ എന്ന് പറയുന്നത് ഇത്ര എമൗണ്ട് ഓഫ് ഹീറ്റ് അവർ അബ്സോർബ് ചെയ്യുന്നത് നമുക്ക് ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ഡെഫിനറ്റ് ആയിട്ടുള്ള ഒരു വാല്യൂ നമുക്ക് അവിടെ കൊടുക്കാൻ വേണ്ടി പറ്റില്ല. ഓക്കെ, അപ്പോൾ അവർ ഇത്ര റേഞ്ചിലെ ഒരു ടെമ്പറേച്ചർ അബ്സോർബ് ചെയ്തിട്ടാണ് അവർ മെൽറ്റ് ചെയ്യാൻ തുടങ്ങുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ഇൻ ദ കേസ് ഓഫ് ക്രിസ്റ്റലൈൻ സോളിഡ്സിന്റെ കേസിലാണെങ്കിൽ നമുക്ക് അവിടെ പറയാൻ വേണ്ടി പറ്റും. അതുകൊണ്ടാണ് അവർക്ക് ക്രിസ്റ്റലൈൻ സോളിഡ്സിന് ഡെഫിനറ്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷനും അതുപോലെ അമോർഫസ് സോളിഡ്സിന് ഡെഫിനറ്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ അല്ലാതെ ഇരിക്കുന്നു. ഓക്കെ, ദെൻ മോഡ് ഓഫ് ക്ലീവേജ് പറയുകയാണെങ്കിലോ, ക്രിസ്റ്റലൈൻ സോളിഡ്സിൽ മോഡ് ഓഫ് ക്ലീവേജ് പറയുകയാണെങ്കിൽ ഗിവ് റെഗുലർ ക്ലീവേജ് ഓൺ കട്ടിങ് അല്ലെ. കട്ട് ചെയ്യുന്നതിനനുസരിച്ച് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ എന്താണ് റെഗുലർ ക്ലീവേജ് ആണ് എന്തിൽ കാണാൻ വേണ്ടി പറ്റുന്നത്, ക്രിസ്റ്റലൈൻ സോളിഡ്സിന്റെ കേസിൽ കാണാൻ വേണ്ടി പറ്റും. നമുക്ക് കറക്റ്റ് ആയിട്ട് നന്നായിട്ട് ഒരു ക്ലീവേജ് കിട്ടും അല്ലെ. പക്ഷെ അമോർഫസ് സോളിഡ്സിന്റെ കേസിലാണെങ്കിലോ ഗിവ് ഇറഗുലർ ക്ലീവേജ് ഓൺ കട്ടിങ്. കാരണം എന്താ, അവര് പാർട്ടിക്കിൾസ് തമ്മിൽ എന്താണ് വെൽ ഓർഡർലി അറേഞ്ച്മെന്റ് അല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ അവർക്ക് എന്താണ് ഒരു ഇറഗുലർ ക്ലീവേജ് ആണ് നമുക്ക് അമോർഫസ് സോളിഡ്സിന്റെ കേസിൽ കിട്ടുള്ളൂ. പക്ഷെ ക്രിസ്റ്റലൈൻ സോളിഡ്സിന്റെ കേസിൽ എന്താണ് ഒരു റെഗുലർ ക്ലീവേജ് നമുക്ക് അവിടെ കാണാൻ വേണ്ടി പറ്റും. ദെൻ നെക്സ്റ്റ് പ്രോപ്പർട്ടി ആണ് എന്ത് നേച്ചർ അല്ലെ. ക്രിസ്റ്റലൈൻ സോളിഡ്സിന്റെ നേച്ചർ എങ്ങനെയാണ്, ട്രൂ സോളിഡ്സ് ആണ് അവരല്ലേ. പക്ഷെ അമോർഫസ് സോളിഡ്സ് ട്രൂ സോളിഡ്സ് ആണോ? അല്ല, അവരെന്താണ് സ്യൂഡോ സോളിഡ്സ് ആണ്. ബിക്കോസ് ദേ ഹാവ് ദ ടെൻഡൻസി ടു ഫ്ലോ അല്ലെ. അവർക്ക് ഫ്ലോ ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. അപ്പൊ അവരെ എന്തായിട്ട് കണക്കാക്കാൻ പറ്റില്ല, ട്രൂ സോളിഡ്സ് ആയിട്ട് കണക്കാക്കാൻ പറ്റില്ല. കാരണം എന്താ, സോളിഡ്സിന്റെ ഒരു പ്രോപ്പർട്ടി അല്ല ഫ്ലോ ചെയ്യാന്നുള്ളത്. അപ്പോൾ അവര് ഫ്ലോ ചെയ്യുന്നതുകൊണ്ട് തന്നെ എന്താണ് അവര് സ്യൂഡോ സോളിഡ്സ് ആയിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. പക്ഷെ ക്രിസ്റ്റലൈൻ സോളിഡ്സിനെ നമ്മൾ എന്താണ് ട്രൂ സോളിഡ്സ് ആയിട്ടാണ് കണക്കാക്കുന്നത്. ഓക്കെ, ദെൻ അടുത്ത പ്രോപ്പർട്ടി ആണെന്ത് ഐസോട്രോപ്പി ബാർ അനൈസോട്രോപ്പി എന്ന് പറയുന്നത്. ക്രിസ്റ്റലൈൻ സോളിഡ്സ് എന്ന് പറയുന്നത് അനൈസോട്രോപ്പിക് ആണ്. പക്ഷേ അമോർഫസ് സോളിഡ്സ് എന്ന് പറയുന്നത് ഐസോട്രോപ്പിക് ഇൻ നേച്ചർ ആണ്. എന്താണ് ഇവ തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്കറിയാം? ഐസോട്രോപ്പി എന്താണ്, അനൈസോട്രോപ്പി എന്താണെന്ന് അറിയാം മക്കളെ? ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ആർക്കെങ്കിലും ഐസോട്രോപ്പി അനൈസോട്രോപ്പി എന്താണെന്ന് ഓർമ്മ? ഓക്കെ, ഞാൻ പറയാം. നമ്മള് സോളിഡ്സിന്റെ കേസിൽ ഏതെങ്കിലും ഒരു ഫിസിക്കൽ പ്രോപ്പർട്ടി നമ്മൾ എടുക്കുകയാണെന്ന് വിചാരിക്കാം. ഫോർ എക്സാമ്പിൾ നമ്മൾ ഒരു സോളിഡ് എടുത്തു. സോളിഡ് പ്രോപ്പർട്ടി ആണ് എന്ത് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി അതുപോലെ തന്നെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഒക്കെ എന്താണ് അതിന്റെ ഒരു ഫിസിക്കൽ പ്രോപ്പർട്ടി ആണ്. അപ്പോൾ ഏതെങ്കിലും ഒരു പ്രോപ്പർട്ടി, ഫോർ എക്സാമ്പിൾ ഞാനൊരു ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ആണ് ഒരു സോളിഡിനെ മെഷർ ചെയ്യാൻ വേണ്ടി പോകുന്നു എന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ ഒരു സോളിഡ്സ് നമ്മൾ എടുത്തു, അതിന്റെ ഡിഫറെന്റ് ഡയറക്ഷൻസിൽ ഞാൻ അതിന്റെ
എന്താണ് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി മെഷർ ചെയ്യാമെന്ന് വിചാരിക്കാം. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഞാനൊരു സോളിഡ് എടുക്കുകയാണെ. ഒരു സോളിഡ് എടുത്തു, അതിന്റെ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ആണ് ഞാൻ മെഷർ ചെയ്യുന്നത്. ഞാൻ ഡിഫറെന്റ് ഡയറക്ഷനിൽ, ഞാൻ ഇങ്ങനെ ഒരു ഡയറക്ഷനിൽ അതിന്റെ എന്താ പറയാ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി മെഷർ ചെയ്തു. ഡയഗണലി ഞാൻ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി മെഷർ ചെയ്യാണ്. അങ്ങനെ ഡിഫറെന്റ് ഡയറക്ഷൻസിൽ ഞാൻ എന്താണ് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്ന അതിന്റെ ഒരു ഫിസിക്കൽ പ്രോപ്പർട്ടി മെഷർ ചെയ്യാണെന്ന് വിചാരിക്കുക. അപ്പൊ ഡിഫറെന്റ് ഡയറക്ഷനിലും അവര് ഡിഫറെന്റ് വാല്യൂസ് ആണ് തരുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ അനൈസോട്രോപ്പി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ എന്തായിരിക്കും ഐസോട്രോപ്പി എന്ന് പറയുന്നത്? ഐസോട്രോപ്പി എന്ന് വെച്ചാൽ നമ്മൾ ഏതൊരു ഡയറക്ഷൻ എടുക്കുകയാണെങ്കിലും ആ ഡയറക്ഷൻസിലൊക്കെ എന്തായിരിക്കും സെയിം വാല്യൂസ് ആയിരിക്കും തരുന്നത്. ആ പർട്ടിക്കുലർ നമ്മൾ എടുക്കുന്ന ഏതൊരു ഫിസിക്കൽ പ്രോപ്പർട്ടി ആവട്ടെ, അതിനെ മെഷർ ചെയ്യുമ്പോൾ ഡിഫറെന്റ് ഡയറക്ഷൻസിലും സെയിം വാല്യൂസ് ആണ് നമുക്ക് തരുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഐസോട്രോപിക് എന്ന് പറയുന്നത്. ഓക്കെ, ഡിഫറെന്റ് വാല്യൂസ് ആണെങ്കിൽ അതിനെ നമ്മൾ അനൈസോട്രോപിക് എന്ന് പറയും. സെയിം വാല്യൂസ് ആണെങ്കിൽ നമുക്ക് ഐസോട്രോപിക് പറയും. അപ്പൊ നിങ്ങൾക്കൊരു ടെൻഡൻസി ഉണ്ടായിരിക്കും, ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ കാണുമ്പോൾ ചിലപ്പോൾ നമുക്ക് പെട്ടെന്നൊരു ഉള്ളുന്നൊരു തോന്നലുണ്ടാവും. കാരണം അമോർഫസ് അനൈസോട്രോപിക് ആണ്. കാരണം എന്താ, നമ്മള് ഒരു ട്രൂ ആയിട്ടുള്ള, അതായത് ക്രിസ്റ്റലൈൻ സോളിഡ്സ് എന്ന് പറയുന്നതൊക്കെ പെർഫെക്റ്റ് ആയിട്ടാണ് നമ്മൾ പഠിക്കുന്നത് അല്ലെ. അപ്പോൾ പെട്ടെന്ന് നമുക്കൊരു ടെൻഡൻസി വരും, എന്താണ് അനൈസോട്രോപിക് കാണിക്കുന്നത് അമോർഫസ് സോളിഡ്സ് ആണ് എന്നുള്ളൊരു ടെൻഡൻസി നമുക്ക് ഇങ്ങനെ വരും ചിലപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ കാണുമ്പോൾ. അപ്പൊ അത് തെറ്റാണ്. അപ്പൊ ഇവിടെ ഒരു എന്താ പറയാ റോങ് ഇതിനൊരു ടേണിന് വരാൻ ചാൻസ് ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് ഞാൻ പറയുന്നത്. കാരണം ക്രിസ്റ്റലൈൻ സോളിഡ്സ് ആണ് എന്ത് അനൈസോട്രോപിക് നേച്ചർ, പക്ഷെ അമോർഫസ് സോളിഡ്സ് എന്താണ് ഐസോട്രോപിക് നേച്ചർ ആണ്. എന്തുകൊണ്ടാണ് ക്രിസ്റ്റലൈൻ സോളിഡ്സ് അനൈസോട്രോപിക് ആയതെന്ന് അറിയാം? കാരണം എന്താ, നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് എന്ത്, നമ്മള് ക്രിസ്റ്റലൈൻ സോളിഡ്സ് എന്ന് പറയുന്നത് എന്താണ്, കറക്റ്റ് ഓർഡർലി അറേഞ്ച്മെന്റ് ആണ് അല്ലെ. ക്രിസ്റ്റലൈൻ സോളിഡ്സില് കറക്റ്റ് ഓർഡർലി അറേഞ്ച്മെന്റ് ആയിരിക്കും അല്ലെ. നമ്മൾ ഒരു കണക്കിന് ഇങ്ങനെ ആലോചിച്ചാൽ മതി, അതായത് നമ്മളിപ്പോ ക്യൂല് നിൽക്കുകയാണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ അസംബ്ലിക്ക് നിൽക്കുകയാണെന്ന് വിചാരിക്കുക. നല്ല പെർഫെക്റ്റ് ലൈനിൽ അല്ലെങ്കിൽ ഷേപ്പിൽ നമ്മൾ അസംബ്ലിക്ക് നിൽക്കുകയാണെന്ന് വിചാരിക്കുക എല്ലാവരും. ഓക്കെ, അപ്പോ നമ്മള് ഒരു കുട്ടി ഇങ്ങനെ നേരെ നിൽക്കുന്നതിന്ന് എന്ത് ചെയ്യാം, അതായത് ഇവിടെ നിൽക്കുന്ന ഒരു കുട്ടിക്ക് നേരെ മുന്നിലേക്ക് എത്തണം. ഓക്കെ, അതിനെടുക്കുന്നതും അതുപോലെ തന്നെ ഡയഗണലി ഒരു കുട്ടി മൂവ് ചെയ്ത് ഇവിടെ എത്തുന്നതും തമ്മിൽ ഡിഫറൻസ് ഇല്ലേ മക്കളെ? അവര് പാസ് ചെയ്ത് പോകുന്ന കുട്ടികളുടെ എണ്ണത്തിൽ ഡിഫറൻസ് ഇല്ലേ? അതായത് നേരെ ക്യൂല് നിൽക്കുന്ന ഒരു കുട്ടി മുന്നിലേക്ക് എത്തുന്നതും ഡയഗണലി ഉള്ള ഒരു കുട്ടി മുന്നിലേക്ക് എത്തുന്നതും തമ്മിൽ എന്താണ്, രണ്ടും അവര് ഫേസ് ചെയ്യുന്ന പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ അവർ പോകുന്ന വഴി എന്ന് പറയുന്നത് ഡിഫറെന്റ് അല്ലേ? അതായത് അവരുടെ വെൽ ഓർഡർലി അറേഞ്ച്മെന്റ് ആയതുകൊണ്ടാണ് അവർക്ക് എന്ത് ഡിഫറെന്റ് വാല്യൂസ് അവിടെ കാണിക്കാൻ വേണ്ടി പറ്റുന്നത്. നമ്മുടെ ഏതൊരു ഫിസിക്കൽ പ്രോപ്പർട്ടി മെഷർ ചെയ്യുമ്പോഴും അവർ വെൽ ഓർഡർലി ആയിട്ട് അവർ പാർട്ടിക്കിൾസ് അറേഞ്ച് ചെയ്തുകൊണ്ടാണ് നമുക്ക് ഡിഫറെന്റ് ഡയറക്ഷൻസിൽ അവരെ ഡിഫറെന്റ് വാല്യൂസ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ ഐസോട്രോപ്പി അനൈസോട്രോപ്പി കൺഫ്യൂഷൻ ഉണ്ടോ ആർക്കെങ്കിലും? ഓക്കെ, എന്താണ് ഐസോട്രോപ്പിക്? നിങ്ങൾ മാറിപ്പോകരുത്. ഐസോട്രോപ്പി എന്താണ്, അനൈസോട്രോപ്പി എന്താണ്? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ ആണ്. ഓക്കെ. അപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടേക്ക് മാറിപ്പോകരുത്. അമോർഫസ് സോളിഡ് ആണ് ഐസോട്രോപ്പിക്, പക്ഷെ ക്രിസ്റ്റലൈൻ സോളിഡ്സ് എന്താണ് അനൈസോട്രോപ്പിക് ആണ്. അത് മാറിപ്പോകരുതേ. ഓക്കെ, അപ്പൊ അടുത്ത ക്ലാസ്സിൽ നമുക്ക് കുറച്ചും കൂടി ടോപ്പിക്സും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.